ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓർത്തു ഒന്ന് അച്ചങ്കൽ വെള്ളച്ചാട്ടം വരെ പോകാമെന്ന്. ഞാനും ഇതിന് ഒരു 2 ആഴ്ച മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം വെള്ളം വളരെ കുറവായിരുന്നു. പിന്നെ ഇവരെ കൂട്ടി പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം മാത്രമേ അങ്ങോട്ടുള്ളൂ. അപ്പം കാസർഗോഡിൻ്റെ മലയോര ഗ്രാമമായിട്ടുള്ള കൊന്നക്കാടിലാണ്. കൊന്നക്കാടിൽ ഒരു 3 കിലോമീറ്റർ മാറിയാൽ ഈ അച്ചങ്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താം. അപ്പോൾ ഒത്തിരി ആൾക്കാരിപ്പോൾ ഇവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നല്ല സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഈസി ആയിട്ട് ആൾക്കാർക്ക് എത്തിച്ചേരാൻ പറ്റും. വെള്ളം കണ്ടത് യസുവിന് ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വെള്ളം കുറച്ചും കൂടെ കൂടുതലാണ്. നല്ല ഒരു 3-4 ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് വെള്ളം നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി തന്നെയാണ്. എത്ര വട്ടം വന്നെന്ന് തന്നെ അറിയത്തില്ല. കോട്ടഞ്ചേരി മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളച്ചാട്ടം മഴക്കാലത്ത് മാത്രമാണ് ഉണ്ടാവാറുള്ളത്. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടം കൂടിയാട്ടോ ഇത്. ഇത് കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വരുന്നുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ ഇങ്ങോട്ട് അടുക്കാൻ പറ്റത്തില്ല, അത്രയും തിരക്കായിരിക്കും. ഞങ്ങൾ പോയത് ഒരു ഇട ദിവസമാണ്. എന്നിട്ട് തന്നെ ഒരു 5:30-6 മണി ടൈമിലൊക്കെ നല്ല തിരക്കായിരുന്നു. അവിടെ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് നല്ല അടിപൊളി 2 തട്ടുകടയൊക്കെ ഉണ്ട്. ഞങ്ങൾ നല്ല ചൂട് കാപ്പിയും ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മഴയത്ത് ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഒത്തിരി വട്ടം വന്നതുകൊണ്ട് തന്നെ തട്ടുകടയിലെ ചേച്ചിമാർക്ക് ഞങ്ങളെ നല്ല പരിചയമാണ്. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാട്ടോ. വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്ക് കുളിക്കാനും പറ്റിയ സ്ഥലമാട്ടോ. നമുക്ക് കുട്ടികളെ ആണെങ്കിലും ഇറക്കാം. കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അപ്പം അത്യാവശ്യമുള്ള ഡ്രസ്സിങ് റൂമും സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ സഹകരണത്തോട് കൂടിയിട്ട് ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അതൊക്കെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 40 രൂപ. അപ്പോൾ ഇനി കഴിഞ്ഞ പ്രാവശ്യം ഓടി ഓടി വന്ന പോലെ ഇനി ഓടി ഓടി വരണമെങ്കിൽ പാർക്കിംഗ് ഫീസും കൂടെ അടയ്ക്കണം കേട്ടോ. കാറിന് 40 രൂപയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ബൈക്ക്, സ്കൂട്ടി, ഓട്ടോയ്ക്കൊക്കെ 30-20 ഒക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ സൗകര്യങ്ങളോടെ നമ്മുടെ അച്ചങ്കലിൽ വളരട്ടെ. ഒത്തിരി ആൾക്കാർക്ക് കാണാനും വരാനും ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ ഈ ഒരു അടിപൊളി വെള്ളച്ചാട്ടം നിങ്ങളും ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.